കരുതി ചോറ് കഴിച്ചേ. മക്കളെ ചോറൊന്ന് കഴിക്കാൻ. ചോറ് വേണ്ടെന്നോ? ചോറ് കഴിച്ചിട്ട് പോടാ. ഇവിടെ ചോറ് കഴിക്കാൻ. അമ്മയുടെ തങ്കക്കുടം അല്ലേടാ, ചോറൊന്ന് കഴിക്കടാ. അമ്മയുടെ തങ്കക്കുടമൊക്കെ തന്നെ. എന്റെ പട്ടി കഴിക്കും കള്ളക്കളവി. യോ അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ അങ്ങനെ അച്ഛൻ വിളിക്കും പോലെ വിളിക്കണോ? ആ അച്ഛൻ വിളിക്കുന്ന പോലെയൊക്കെ വിളിച്ചോ. എടി നിന്നെ ഞാൻ പട്ടിയടി ഞാൻ വച്ചിട്ടുണ്ട്. നാട്ടുകാരെ കംപ്ലീറ്റ് അറിയിക്കും. മക്കളെ അവിടെ നില്ലതാ. അയ്യോ മക്കളല്ലേ ചോറ് കഴിക്ക്. അയ്യോ അമ്മ എനിക്ക് ചോറ് വേണ്ട. എന്റെ പൊന്നു പോനല്ലടാ ചോറ് കഴിക്ക്. അയ്യോ എന്റെ അമ്മ ചോറ് വേണ്ട. എന്റെ തന്നെ കാക്കയെ കണ്ടോ? അമ്മ കാക്കയ്ക്ക് ചോറ് കൊണ്ടുപോടും. കാക്കയ്ക്കല്ല നിനക്കാ ചോറ് തരുന്നത്. എനിക്ക് ചോറ് വേണ്ട, ഞാൻ കഴിക്കില്ല. എടാ മോനെടാ ചോറ് കഴിക്കാൻ നിന്റെ വയറൊക്കെ താണ്ടാണ്ടോ ഒട്ടിയിരിക്കുന്ന കണ്ടോ? അതാ പറഞ്ഞത് ചോറ് കഴിക്ക് പൊന്നു മോനെ. എനിക്ക് ചോറ് വേണ്ട, ചോറ് വേണ്ട, ചോറ് വേണ്ട അമ്മ. എടാ മോനെടാ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം പരീക്ഷയ്ക്ക് എഴുതി അതിൽ വിജയിക്കാം. മറ്റേ ആളെ പോലെ ആരാൻ പറ്റും, രാജാറാം മോഹൻ റായെ പോലെ നല്ലവണ്ണം നല്ല പരീക്ഷയ്ക്ക് എഴുതി വിജയിക്കാം. അങ്ങനെ എനിക്ക് ഇഷ്ടമേ അല്ല. അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെയാണ് ഈ ശൈശവ വിഭാഗമില്ലേ അത് നിർത്തലാക്കിയത്. അത് നിർത്തലാക്കാതായിരുന്നെങ്കിലേ അമ്മ എന്റെ കുട്ടിക്ക് ഇപ്പൊ ചോറ് വാരി കൊടുത്താനെ. നിന്റെ കുട്ടിക്കും കൂടെ ഞാൻ ചോറ് വാരി കൊടുക്കാം. ചോറ് കഴിച്ചേ. എനിക്ക് വേണ്ട. ഇടാ മോനെടാ നമുക്ക് പരീക്ഷയിലൊക്കെ വിജയിച്ച് നല്ല മാർക്കൊക്കെ എടുക്കാം. ഇന്നലെ നിനക്ക് പരീക്ഷ ഉണ്ടായിരുന്നില്ലേ? പരീക്ഷ ഉണ്ടായിരുന്നു. ഈ പരീക്ഷയ്ക്ക് എന്ത് വൃത്തിയോടാ എവിടെ എഴുതി വെച്ചത്? ഞാൻ എന്ത് വൃത്തിയോട് എഴുതി വെച്ചു? എന്ത് വൃത്തിയോട് എഴുതി വെച്ചെന്നാ? എടാ ലാഭം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് എന്ത് വൃത്തിയാടാ നീ ഉത്തരക്കടലാസിൽ എഴുതി വെച്ചത്? എന്റെ അമ്മ അത് ലാഭം ഉണ്ടാവണ എങ്ങനെയെന്നാണ്. ലാഭം ഉണ്ടാകുന്ന എങ്ങനെ? പിന്നെ നീ എന്താ കരുതിയത്? ഞാൻ കരുതി എന്തെന്നറിയാം, ലാഭം ഉണ്ടാവണ എങ്ങനെയെന്നായിരുന്നു. അത് ഞാൻ കൃത്യമായിട്ട് എഴുതി കൊടുത്ത. അതിനെ കുറിച്ച് അറിയാല്ലോ എനിക്ക്. മക്കൾ എഴുതിയല്ലേ? അതെ സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു ചോറ് കഴിക്കും. നമുക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാ വലിയ മഹാനാവാൻ ജീവിതത്തിൽ. എനിക്ക് മഹാനൊന്നും ആവില്ല, ചോറ് വേണ്ട. എടാ മോനെ എടാ നിനക്ക് സുഭാഷ് ചന്ദ്രബോസ് ആരാന്നറിയാം? സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്ന് എനിക്കറിയില്ല. അറിയത്തില്ല. പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ പലതും നഷ്ടമാകും. അമ്മയോട് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്തുവാടാ? അപ്പുറത്തെ വീട്ടിലെ സുമതി ചേച്ചി അറിയാവോ? അറിയില്ല. നമ്മൾ അച്ഛനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അമ്മയും കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അയ്യോ ചോറ് കഴിക്കടാ. അല്ല ചോറ് എനിക്ക് വേണ്ട അമ്മ. മക്കളെ ചോറ് വേണ്ട. എന്റെ പൊന്നുമോനല്ലടാ ചോറ് ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ചോറൊക്കെ കൊണ്ട് കുറെ കളികളൊക്കെ കളിക്കാം. അയ്യോ നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോകാൻ. ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന കാര്യമല്ല. പിന്നെ ഈ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട പോലെ ഉരുട്ടി മുട്ട ഉണ്ടാക്കാം. അപ്പൊ ഇത് മുട്ടയാണ്? ഇത് മുട്ടയാണ്. ഈ മുട്ട ഉണ്ടാക്കിയത് ആർക്കാ? ഇതാർക്കാ? അച്ഛന്റെ മുട്ട. ഇനി രണ്ടാമത് അമ്മ ഇങ്ങനെ ഉരുട്ടി ഒരു മുട്ടയും കൂടെ ഉണ്ടാക്കി. ഇതാരുടെ മുട്ടയാ? അമ്മയുടെ മുട്ടയാ. ഇനിതാ വീണ്ടും അമ്മ താണ്ട ഉരുട്ടി ഒരു മുട്ടയും കൂടെ ഉണ്ടാക്കി. ഇതാരുടെ മുട്ടയാ? ഇത് വാവയുടെ മുട്ട. ഇനിതാ അച്ഛന്റെ മുട്ട എന്തോ ചെയ്യും? അച്ഛന്റെ മുട്ട അച്ഛനില്ലാത്തോണ്ട് അമ്മ ഇങ്ങനെ കഴിക്കുന്നു. അമ്മ വയ്ക്കാൻ പോവേണ്. ഇനി അമ്മയുടെ മുട്ട എന്തോ ചെയ്യും? അമ്മ പയ്യെ ഇങ്ങനെ കഴിക്കുന്നു. കഴിക്കട്ടെ. അമ്മ കഴിക്കാൻ പോവാ. അമ്മ കഴിച്ചോളൂ. അമ്മ കഴിച്ചു. ഇനി വാവയുടെ മുട്ട എന്തോ ചെയ്യും? വാവയുടെ മുട്ട ഇങ്ങനെ എടുത്ത് അമ്മയ്ക്ക് ചീമുട്ട. അമ്മ എനിക്കിത് വേണ്ട. എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോനെ നീ എനിക്ക് ചോറ് വേണ്ട. നീ ചോറ് കഴിച്ചില്ലേ ഞാൻ തന്നെ രായമാവനെ വിളിക്കും. രായമാവൻ അപ്പുറത്ത് പിള്ളേരെ പിടിപ്പുകാരനാ. രായമാവൻ വന്നു കഴിഞ്ഞാൽ നിന്നോണ്ടല്ലേ പിള്ളേരെ പിടിപ്പുകാരനെ കൊണ്ടുപോയി നിന്നെ കറി വെച്ച് തിന്നും. കറി വെച്ച് ഉണ്ടാക്കല്ലേ എല്ലാരും കൂടെ ഇങ്ങോട്ട് കയറ്റി വരുന്നു. അല്ല കറി വെച്ച് എനിക്ക് സ്ഥലം തിന്നാൻ ഇങ്ങോട്ട് വന്നേ. കുഞ്ഞു ചോറ് കഴിക്കുന്നില്ല. ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. മോനെ നിന്നോടാ പറഞ്ഞു ചോറ് കഴിക്കാൻ. ആരാ? രാധൻ. ചേച്ചി ഇപ്പൊ വിളിച്ച് ചെറുക്കൻ ചോറ് തിന്നില്ല. അയ്യോ അത് ഞാനിവിടെ വേണ്ട കുഞ്ഞിനെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പീപ്പന്ന് ചോറ് തിന്നില്ലേ? ഒട്ടവറാകേണ്ട കുട്ടി അണ്ണ ഇല്ലേ ഇവിടെ? ഇല്ലല്ല ചേട്ടൻ ജോലിക്ക് പോയിരിക്കുക. ഞാൻ അണ്ണനുമായിട്ടുള്ള കമ്പനിയാ, കവല കമ്പനിയാ. ആണോ? അണ്ണ ഇല്ലേ ഇവിടെ? ഇല്ലല്ല ജോലിക്ക് പോയി. ചേച്ചി കൊണ്ട് നിങ്ങൾ വെക്കോ. ഞാൻ കൊടുത്തോളാം. അമ്മ എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞു. ചോറ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഒരു മിനിറ്റ് ഇങ്ങോട്ട് മാറി. മക്കളെ എന്തോ? രാജൻ മാമൻ. എന്തോ? അച്ഛന്റെ കൂട്ടുകാരൻ രാജൻ മാമൻ. ആരാ? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മാമനടാ. എനിക്ക് അറിഞ്ഞൂടെന്ന്. ഞാൻ ഉരുട്ടി തരാം. തിന്നൂല. തിന്നു മക്കളെ. വേണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക്.
മക്കളെ രാജമ്മാമേ രായമ്മാമേ ഉരുട്ടി തരാടാ. എനിക്ക് അറിഞ്ഞൂടാ. എടാ നിന്റെ അച്ഛന്റെ കൂട്ടുകാരെ എനിക്ക് അറിഞ്ഞൂടാ. തിന്നടാ. എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുമ്പോ ഉണ്ടാവുന്ന കൊഴുപ്പ്. ഒരു നേരത്തെ ആഹാരത്തിന് പിള്ളേര് പട്ടിണി കിടക്കുന്നു. ചേച്ചി കൊടു. പൊന്നുമോൻ കഴി. എനിക്ക് വേണ്ട. അമ്മയുടെ ചക്കര മാവല്ലേ? എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? പൊന്നുമാവ കഴി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി ഇങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് മാറ്. നിനക്ക് വേണ്ടേടാ? എനിക്ക് വേണ്ട. അയ്യോ! യ്യോ! യ്യോ! അയൽവക്കാർക്ക് താമസിക്കണ്ടേ? അയൽവക്കാർ താമസിക്കണ്ടേ? മനസ്സിലായില്ല. ഞാനിവിടെ അയൽവക്ക താമസിക്കുന്ന ഉദ്യോഗസ്ഥൻ. അയ്യോ സോറി സാർ, എനിക്ക് അറിഞ്ഞൂടാ. അല്ല അവൻ ചോറ് വേണ്ട. ഈ ചോറ് തിന്നോടാ. ചോദിക്ക്. അമ്മയെ അടിച്ചു, എന്നെ അടിച്ചു. അയ്യോ അമ്മ എവിടെ? അണ്ണാ ഇത് അണ്ണാ ഇത് എനിക്ക് അറിഞ്ഞൂടെ അണ്ണന്റെ ഇത്ര. അണ്ണാ ഇത് പിള്ള തിന്നാത്തോണ്ട് എനിക്ക് വന്ന നീക്കം പാരുന്നത്. ചെറുക്കൻ തിന്നില്ലല്ലോ. ഇപ്പൊ ചേച്ചി വിളിച്ചൊന്ന് പേടിപ്പിക്കും. ഞാൻ അറിയാതെ ചോറുമായി രണ്ടെണ്ണം കഴിഞ്ഞ് ചോറ് അവനെ കൊണ്ട് തീറ്റിപ്പിച്ച് ചേട്ടാ. എന്നെ ഒന്നും ചെയ്യല്ലേ. പന്ന പട്ടി ആണുങ്ങളെ